നാസ്, ജനങ്ങളുടെ നടുവിലേക്ക് പോയി കഴിഞ്ഞാൽ, ജനങ്ങളുടെ ഇടയിലേക്ക് പോയി കഴിഞ്ഞാ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ. പടച്ചവനെ, ജനങ്ങൾക്ക് നടുവിലേക്ക് ഇറങ്ങിപ്പോയാൽ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ. കാരണം എന്തെന്നറിയുമോ? മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടെ അടിമയായിരുന്നല്ലോ. ഒരു ദിവസം യജമാനൻ അവിടുന്ന് വിളിക്കുന്ന ലുഖ്മാനേ, ഒരാടിനെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ആടിനെ അറുത്തിട്ട് ഈ ആടിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ലതെടുത്തു കൊണ്ടുവരാൻ. ോട് യജമാനൻ ഒരു ആടിനെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനെ കൊണ്ടുപോയി അറുത്തിട്ട് ഇതിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ലത് എടുത്തു കൊണ്ടുവരാൻ. മഹാനവറുകൾ കരളും എടുത്തുകൊണ്ടുവന്നു, നാക്കും എടുത്തുകൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തു. തന്റെ യജമാനന്റെ മുന്നിൽ കരളും നാവും കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. പിന്നീടൊരവസരത്തിൽ ഒരു ആടിനെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനെ കൊണ്ടുപോയി അറുത്തിട്ട് അതിന്റെ ശരീരത്തിലെ ഏറ്റവും വൃത്തികെട്ടത് എടുത്തുകൊണ്ട് വരാൻ. അപ്പോഴും കൊണ്ടുവന്നത് നാക്കും കരളുമാണ്. അപ്പം യജമാനൻ ചോദിച്ചു, എന്തേ രണ്ട് സമയത്തും കൊണ്ടുവന്നത്? ഒന്ന് നല്ലത് കൊണ്ടുവരാൻ പറഞ്ഞു, ഒന്ന് നശിച്ചത് കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ട് പ്രാവശ്യവും കൊണ്ടുവന്നത് ഒന്നാണല്ലോ. അപ്പൊ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നന്നായാൽ ഏറ്റവും നല്ലത് ഇത് രണ്ടുമാ, നശിച്ചാൽ ഏറ്റവും നശിച്ചത് ഇത് രണ്ടുമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ പേര് നരകത്തിൽ പോകുന്നത് നാവ് കാരണമാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അതുകൊണ്ടാണ് ലുഖ്മാൻ ഹകീം തങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ ഇടയിൽ പോയ ഈ നാവ് സൂക്ഷിക്കണം. കാരണം ലൈസൻസ് ഇല്ല. 4 പേര് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പച്ച ഇറച്ചി ചില മനുഷ്യന്മാരെ പച്ചയ്ക്ക് കത്തിക്കുന്നത് പോലെ. 4 പേര് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനങ്ങോട്ട് തുടങ്ങും. ഓരോ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന സ്വഭാവം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അധികമായിട്ട് സംസാരിക്കരുത്, അധികമായിട്ട് സംസാരിച്ചാൽ പാപങ്ങൾ കൂടും. അത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തപ്പോ സഹാബത്ത് കല്ല് വാരിയിട്ട് വായിക്കകത്തിട്ടിരിക്കുക, എന്നിട്ട് ഇങ്ങനെ നടക്കുക. കല്ല് വായിക്കകത്ത് ഇട്ടിട്ട് സഹാബികൾ ഇങ്ങനെ നടക്കുകയാ. കാരണം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കും, ഇല്ലെങ്കിൽ വായിക്കകത്ത് കല്ല്. കാരണം അല്ലാഹുവേ, പടച്ചവനെ, നരകത്തിൽ പെട്ടുപോകുമോ എന്നുള്ള ഭയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്ക്. എവിടെയെങ്കിലും 4 പേര് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് ആവശ്യമില്ലാത്ത ചർച്ചകൾ എന്തെല്ലാം നമ്മൾ പറയുന്നു. ആവശ്യമുള്ളതും ഇല്ലാത്തതും പറഞ്ഞ് അവസാനം നരകത്തിലേക്ക് വീണു പോകുന്നൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ പേര് നരകത്തിൽ പോകാൻ കാരണമാകുന്നത് നമ്മുടെ നാവ. നമ്മൾ നാവ് കൊണ്ട് എന്തെല്ലാം പറയുന്നു, ചെയ്യാത്ത കാര്യങ്ങൾ. ഇനി ഒരു മനുഷ്യൻ ചെയ്തതാണെങ്കിലും ഏഷണിയും പരദൂഷണവും എന്തെല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഇരുന്നു കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അവസാനം നമ്മൾ നരകത്തിലായി പോകുന്നൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അതൊരു നിസ്സാര പാപമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഗൗരവത്തോടു കൂടി കാണണം. ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവോട് തൗബ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളെ കുറിച്ച് ആരെയെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ സംഘാടകരിൽപ്പെട്ട ഏതെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള നിങ്ങൾ ആരെയെങ്കിലും ഈ വെങ്ങാടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ച് അവൻ കള്ളനാവും, പെണ്ണുപിടിയനാവും, പലിശ തിന്നുന്നവനാവും, വൃത്തികെട്ടവനാ എന്ന് ഞാൻ പറഞ്ഞിട്ട് അള്ളാഹുടെ മുന്നിൽ ദുആ ചെയ്തിട്ട് എനിക്ക് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. കാരണം ഞാനും അള്ളാഹുവും തമ്മിൽ ബന്ധപ്പെട്ട കാര്യമല്ല അത്. ഞാൻ ആരെക്കുറിച്ച് പറഞ്ഞോ അവന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിച്ചാലേ എനിക്ക് സ്വർഗം കിട്ടൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നാവിനെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. കാരണം ആ നാവ് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിനും പോകാം, അതുകൊണ്ട് നമുക്ക് നരകത്തിനും പോകാം. അതുകൊണ്ടാണ് ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പെണ്ണുങ്ങളെ പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷിക്ക്. പലരും നിന്റെ അടുക്കൽ വന്ന് പലതും പറയും. അപ്പൊ നീ ചോദിക്കും,
ഉസ്താദെ ഞാൻ കേൾക്കുന്നതല്ലേ ഉള്ളൂ. മോളെ നീ പറഞ്ഞില്ലെങ്കിലും കേട്ടല്ലോ, നീ പറഞ്ഞവളെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ആരുടെയെങ്കിലും ഏഷണിയും പരദൂഷണവും നിന്റെ മുന്നിൽ വന്ന് പറയുമ്പോ എന്തിന് നീ കേൾക്കാൻ നിൽക്കുന്നു? അത് അപ്പൊ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞു ഓടിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നാലാമതായി നമ്മളോട് ഓർമ്മപ്പെടുത്തി. എന്തേ നാലാമത്തെ കാര്യം? നീ നിന്റെ നാവിനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ നീ നിന്റെ നാവിനെ സൂക്ഷിച്ചു കൊള്ളണം. നീ ആ നാവിനെ സൂക്ഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് സൂക്ഷിക്കുന്നതിലൂടെ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകന് സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അയൽവാസികളായ പെണ്ണുങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ, അല്ലെങ്കിൽ പടച്ചവനെ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോ, എവിടെയെങ്കിലും ജനങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അവിടെ ഇരുന്നു കൊണ്ട് ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ കഥ പറയുന്നവരുണ്ടല്ലോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കുന്നവരുണ്ടല്ലോ. ചരിത്രം നിനക്ക് പഠിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. സ്വർഗ്ഗത്തെ കുറിച്ചാണ് പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, സ്വഹാബാ, സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ സഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് ചോദിക്കുന്നത്, സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബികൾ അത്ഭുതപ്പെടുകയാണ്. അത് ഞാനായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ ആരെയായിരിക്കും കാണിക്കുന്നത്? എല്ലാവരും ആകാംക്ഷയോടുകൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ പ്രവാചകൻ പറയുന്നു, സ്വഹാബാ, ഇനി ഈ പള്ളിയിൽ ആദ്യമായിട്ട് കടന്നു വരുന്ന മനുഷ്യനെ നോക്കിക്കോ. ഇനി ഈ പള്ളിയുടെ കവാടത്തിലൂടെ ആദ്യമായിട്ട് കടന്നു വരുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ എല്ലാവരും പള്ളിയുടെ കവാടത്തിൽ നോക്കിയിരിക്കുകയാണ്. ആരാണ് പടച്ചവര്? ആദ്യമായിട്ട് ഈ പള്ളിയിലേക്ക് കയറി വരുന്ന ഭാഗ്യവാനാരാ? ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് മുത്തുനബി പറഞ്ഞിരിക്കുകയാ. എല്ലാവരും പള്ളിയുടെ കവാടത്തിൽ നോക്കുമ്പോ ആരാ കടന്നു വരുന്നതെന്നറിയുമോ? ഒരു പ്രായം ചെന്ന സ്വഹാബിയാ. പടച്ചവനെ കേറി വരുന്ന രംഗം എങ്ങനെയെന്നറിയുമോ? ഒരു കയ്യിൽ ഇങ്ങനെ ചെരുപ്പ് വിളിച്ചിട്ടുണ്ട്, ഒതുവെടുത്തിട്ട് ഇങ്ങനെ കേറി വരികയാണ്. പടച്ചവനെ സ്വഹാബികൾ അവിടെ അത്ഭുതത്തോടു കൂടി നോക്കുകയാ. രണ്ടാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതുപോലെ ഇരിക്കുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, സ്വഹാബാ, സ്വർഗ്ഗത്തിന്റെ അവകാശിയെ കാണണോ സഹാബാ? ഈ പള്ളിയുടെ കവാടത്തിൽ ആദ്യം വരുന്ന മനുഷ്യനാണ് സഹാബാ. എല്ലാവരും പള്ളിയുടെ കവാടത്തിൽ നോക്കിയിരിക്കുമ്പോ ഇന്നലെ വന്ന അതേ മനുഷ്യനാ കയ്യിൽ ചെരുപ്പ് പിടിച്ചുകൊണ്ട് കടന്നു വരുന്നത്. എല്ലാവരും അവിടെ നിന്ന് കാണുകയാണ്. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വഹാബത്തേ, സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യനിപ്പ കടന്നു വരും സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ഇങ്ങനെ പള്ളിയുടെ വാതിലിൽ നോക്കിയിരിക്കുകയാണ്. പള്ളിയുടെ വാതിലിലേക്ക് നോക്കിയിരിക്കുകയാണ്. പടച്ചവനെ, മൂന്നാമത്തെ ദിവസം കടന്നു വന്നതാരെന്നറിയുമോ? ആ പ്രായം ചെന്ന മനുഷ്യനാ. സ്വഹാബികൾക്ക് അവിടെ നിന്ന് വല്ലാത്ത അത്ഭുതമായി. എത്ര വലിയ ഭാഗ്യവാനാണ്, എത്ര വലിയ ഭാഗ്യവാനാണ് ഈ മനുഷ്യൻ! എന്ത് നന്മയാണ് ചെയ്യുന്നത്! അവസാനം അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ സ്വഹാബികൾ ഓടുകയാ.
സ്വഹാബി അവിടെ നിന്ന് കൂടെ പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുകയാ. നിങ്ങൾ എന്ത് നന്മയാണ് ചെയ്യുന്നത്? പ്രത്യേകമായിട്ട് വല്ല ദിക്റുകളും പറയാറുണ്ടോ? പ്രത്യേകമായിട്ട് വല്ലതും നിസ്കരിക്കാറുണ്ടോ? പ്രത്യേകമായിട്ട് വല്ലതും നിങ്ങൾ ഓതാറുണ്ടോ? നിങ്ങൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സദഖ കൊടുക്കാറുണ്ടോ? നിങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം എന്താ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഒരുപാട് സമ്പത്ത് കൊടുക്കാൻ എന്റെ കയ്യിൽ പണമില്ല, ഞാനൊരു പാവപ്പെട്ടവരാണ്, എന്റെ കയ്യിൽ അമലുകൾ കുറവാണ്. പക്ഷേ എനിക്ക് അല്ലാഹു സ്വർഗം തന്നിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സ്വർഗം കിട്ടാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഒരേ ഒരു സൽക്കർമ്മം എന്തെന്നറിയുമോ? ഈ ദുനിയാവിൽ എനിക്കൊരാളോടും വെറുപ്പില്ല, ഈ ദുനിയാവിൽ ഒരാളോടും എനിക്ക് വെറുപ്പില്ല, ഒരാളോടും എനിക്ക് ദേഷ്യമില്ല, ഒരാളോടും എനിക്ക് വൈരാഗ്യമില്ല, ഒരാളും നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല, എല്ലാവരും നന്നാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരാളോടും എനിക്ക് വൈരാഗ്യമില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് അല്ലാഹു ഈ പ്രതിഫലം തന്നതെന്ന് ആ മനുഷ്യരവടെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അങ്ങനെ ഒരു മനസ്സാണ് നിനക്ക് വേണ്ടത്. ഒരാളോടും നീ അസൂയ വെക്കരുത്, ഒരാളോടും നിനക്ക് കുശുമ്പ് തോന്നരുത്, ഒരാളെയും നീ നാണം കെടുത്തരുത്, ഒരാളെയും നീ പരിഹസിക്കരുത്, ഒരാളെയും നീ കളിയാക്കരുത്, ഒരാളുടെ കുറ്റവും നീ പറയരുത്, ഒരാളുടെ ജീവിതവും നീ നശിപ്പിക്കരുത്. കാരണം നിനക്കതിനുള്ള അവകാശമില്ല. ഒരാളെ കുറ്റപ്പെടുത്താ, ഒരാളെ നാണം കെടുത്തോ, ഒരാളുടെ പരാതി പറയാ, എടാ ചെറുപ്പക്കാരാ, നിനക്ക് അവകാശമില്ല. കാരണം ഞാൻ ചെയ്താൽ അല്ലാഹു എന്നോടേ ചോദിക്കൂ, ഒരിക്കലും നിന്നോട് അല്ലാഹു ചോദിക്കില്ല. നീ ചെയ്താൽ അല്ലാഹു നിന്നോട് ചോദിക്കൂ, ഒരിക്കലും എന്നോട് അല്ലാഹു ചോദിക്കാറില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നാവിനെ സൂക്ഷിക്കട്, അപവാദങ്ങളെ സൂക്ഷിക്കട്, പരിഹാസങ്ങളെ സൂക്ഷിക്കട്, കളിയാക്കുന്നതിനെ സൂക്ഷിക്കട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തെ നീ വേദനിപ്പിക്കല്ലേ. ഒരാളെ നീ വേദനിപ്പിച്ചാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു നിന്നെ കൈവിടുകയാ. പിന്നെ നീ നരകത്തിന്റെ അവകാശിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ജനങ്ങളെ കൂടുന്ന സമയത്ത് പലതും ചർച്ച ചെയ്യാ. നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ, ഇല്ലെങ്കിൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമെന്ന് മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു തരുമ്പോ